നമ്മൾ എന്തിനാ ഇതിങ്ങനെ കെട്ടിയിരിക്കുന്നത്? ഇതിന് സീറ്റ് ബെൽറ്റ് എന്ന് പറയും രാജു. നാം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ധരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാർ പെട്ടെന്ന് നിർത്തുകയോ മറ്റോ ചെയ്യേണ്ടി വരുമ്പോ പരിക്ക് പറ്റാതിരിക്കാൻ ഇത് സഹായകമായിരിക്കും. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോവാം ഡാഡി. വേണ്ട രാജു, ഈ റോഡിൽ മണിക്കൂറിന് 50 കിലോമീറ്റർ വേഗതയിലേ പോകാൻ പാടുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ആ സ്പീഡ് ലിമിറ്റിനുള്ളിൽ യാത്ര ചെയ്യാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഡാഡി എന്തിനാ വണ്ടി നിർത്തിയത്? ചുവന്ന ലൈറ്റ് കണ്ടതുകൊണ്ടാണ് വണ്ടി നിർത്തിയത്. മുൻപിലുള്ള ചുവപ്പും പച്ചയും ലൈറ്റ് കണ്ടില്ലേ നീ? ഇവയെ ട്രാഫിക് സിഗ്നൽസ് എന്നാണ് പറയാറ്. ഇവ വാഹനങ്ങളുടെ ഓട്ടത്തെ നിയന്ത്രിച്ച് അപകടം ഒഴിവാക്കാൻ സഹായിക്കുന്നു. ചുവപ്പ് സിഗ്നൽ കണ്ടാൽ നാം നിൽക്കണം. പച്ച ലൈറ്റ് വരുമ്പോ നമുക്ക് പോകാം. സിഗ്നൽ മാറാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഓറഞ്ച് ലൈറ്റ്. ട്രാഫിക് സിഗ്നൽസിനെ അനുസരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഓ, ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ആരും ബസ്സിൽ നിന്ന് ഇറങ്ങാത്തപ്പോഴും സ്കൂൾ ബസ് എന്തിനാ നിൽക്കുന്നേന്ന്. കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാണാറുള്ള ചില കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഇത് ഒരു കാറാണ്. വിവിധ തരത്തിലുള്ള കാറുകൾ നമുക്ക് റോഡിൽ കാണാൻ സാധിക്കും. ഇത് ഒരു സീറ്റ് ബെൽറ്റാണ്. സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചാൽ നമ്മുടെ കാർ യാത്ര സുരക്ഷിതമായിരിക്കും. ഇത് ഒരു സ്ട്രീറ്റ് ലൈറ്റാണ്. രാത്രി സമയങ്ങളിൽ റോഡിൽ വെളിച്ചം പകരാനായി സ്ട്രീറ്റ് ലൈറ്റ്സ് ഉപയോഗിക്കപ്പെടുന്നു. ഇത് സ്പീഡ് ലിമിറ്റ് സൂചനയാണ്. നാം ചെല്ലുന്ന റോഡിലെ സ്പീഡ് ലിമിറ്റ് എന്താണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഇത് ഘടിപ്പിച്ചിരിക്കുന്നു. നാം എപ്പോഴും സ്പീഡ് ലിമിറ്റിനുള്ളിൽ തന്നെ യാത്ര ചെയ്യേണ്ടതാണ്. ഇത് ട്രാഫിക് സിഗ്നലാണ്. ഇത് ചുവപ്പായിരിക്കുമ്പോൾ നാം നിൽക്കണം. പച്ച നിറം വരുമ്പോൾ നമുക്ക് പോകാം. ഓറഞ്ച് നിറത്തിലായിരിക്കുമ്പോൾ സിഗ്നൽ മാറാൻ പോകുന്നു എന്നതിന്റെ സൂചനയായിരിക്കും അത്.